ഹായ് 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 ചെങ്ങന്മാരെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സമയം 9:30 കഴിഞ്ഞു കേട്ടോ. ഇന്നലെ എഡിറ്റ് ചെയ്ത് നേരം വൈകിയ ഇങ്ങനെ വലട്ട് നിർത്തില്ല കേട്ടോ. ഞാൻ വലട്ട് നിർത്തിയതാണ്. അപ്പോൾ അതുകൊണ്ട് പൂച്ച കയറില്ല. അല്ലെങ്കിൽ പിന്നെ ചില ആളുകൾ ചെയ്യുന്ന പരിപാടിയാണ് പേപ്പറിൽ മുളക് പൊടി ആക്കിയിട്ട് സീറ്റിൽ വെക്കുന്നത്. അതൊക്കെ നമ്മളവിടെയും ചെയ്യലുണ്ട്. പക്ഷേങ്കിൽ ഞാനതൊന്നും ചെയ്യലില്ല. എന്തൊക്കെയായാലും അല്ലാതെ ഉപദ്രവിക്കേണ്ടെന്നായിരുന്നു. ആര് രാവിലെ തന്നെ കണ്ണടൊക്കെ ഇട്ട് പോയതാ. എവിടെ കണ്ണട? കണ്ണട എവിടെ? വേഗം വെള്ളം കുടിച്ച് പോയിക്കോളി. കളിയിലാണ്. കളിയിൽ എൻ്റെ മെയിൻ ക്ലാസ് ഒന്ന് കഴുകണം, ഒന്ന് പൊടി തട്ടണം. മുട്ടായി എവിടുന്ന്? പോട്ടെ പോട്ടെ. ഓക്കെ. ടാറ്റാ. ഓഫായിക്കോട്ടെ. പോയിക്കോളെ. ഇവിടെ തന്നെയാണ് വീട്, അല്ലാതെ ഓരോന്നുമില്ല പോവാൻ. ഇത് പോയി. ഇന്നെന്താ അങ്ങാടിയിൽ ഭയങ്കരമായിട്ട് വണ്ടികൾ ഈ വശത്തും ലൈറ്റും വണ്ടി ഫുള്ളാണ്. ഏതായാലും ഇവിടെ ഒരു 9:45 ആയപ്പോൾ എത്തിയിട്ടുണ്ട്. 9:45 എന്നും കരുതും ഞാൻ നേരത്തെ നടക്കുന്നില്ല. എഡിറ്റിംഗ് ഉണ്ടാകുമ്പോഴേ തീരെ നടക്കില്ല. പ്രശ്നം. എപ്പോഴെത്തിയേ? 8:30 കഴിഞ്ഞിട്ട് കിട്ടിയോ? കഴിഞ്ഞിട്ട് കിട്ടി. അവൻ്റെ അമ്മ അതൊക്കെ പെരും ടൈറ്റാണല്ലോ. നിങ്ങളിപ്പോൾ വണ്ടി എടുത്തിട്ട് എത്ര വർഷമായി? ഈ വണ്ടി 4 മാസമായിട്ട്. 6 മാസം. ഞാൻ ഈ വണ്ടി എടുത്തിട്ട് ഏതാണ്ട് 7 വർഷം ആവാനായി. പമ്പ് നോസിൽ എന്ന് പറയുന്ന ഭാഗം ഇവിടെയാണ് വരുന്നത്. ഇതാണ് കഴിച്ച് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഇതിനുള്ളിൽ ചെറിയൊരു സാധനമുണ്ട്, നോസിൽ എന്ന് പറയുന്നത്. പമ്പ് നോസിൽ. അപ്പോൾ ആ ഒരു നോസിലിൻ്റെ കംപ്ലൈൻ്റൊക്കെ വരുമ്പോഴാണ് ഇതുവഴി ലീക്ക് കാര്യങ്ങളൊക്കെ വരാം. എന്നോട് ഒരുപാട് സുഹൃത്തുക്കൾ കമൻറ്റിൽ ചോദിക്കാറുണ്ട്, പമ്പ് നോസിൽ എപ്പോഴാണ് കഴിക്കേണ്ടത്? അത് നിങ്ങൾ കഴിക്കേണ്ട സമയം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു എന്താ പറയുക, അവിടെ ലീക്കോ അല്ലെങ്കിൽ വണ്ടിക്ക് അതിന് പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കറിയാൻ വേണ്ടി പറ്റുക അതിന് ലീക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ വണ്ടിക്ക് വലി കുറയും. അതായത് നമുക്ക് വണ്ടി എടുത്തിട്ട് നമ്മളെ വലിച്ചുകൊണ്ട് പോവാത്ത മാതിരി തോന്നും നമുക്ക്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് പമ്പ് നോസിന് കഴിക്കേണ്ടത്. അല്ലാതെ വെറുതെ കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ കഴിച്ച് ക്ലീൻ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അങ്ങനെ കഴിച്ച് ക്ലീൻ ആക്കിയത് കൊണ്ട് നിങ്ങൾക്ക് വലിയൊരു ഗുണം ഒന്നും ഉണ്ടാവില്ല. കാരണം അത് നോസിൽ എന്ന് പറയുന്ന സാധനം വളരെ ചെറിയൊരു സാധനമാണത്. അത് മാറ്റാൻ ഏതാണ്ട് 1000 സംതിങ് രൂപ വരും. അതിൻ്റെ സർവീസ് ചാർജ് അടക്കം അത്ര വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾ ആ ഭാഗത്തൊക്കെ എത്ര വരിക എന്നൊക്കെ അറിയില്ല കേട്ടോ. അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾ വെറുതെ അത് കഴിച്ച് നോക്കേണ്ട ആവശ്യമില്ല. നോസിനൊന്നും കംപ്ലൈൻറ്റ് ഇല്ലെങ്കിൽ അത് അങ്ങനെ പോകും. ഞാൻ 5 വർഷം കഴിഞ്ഞിട്ട് കഴിച്ചത്. നിങ്ങളും അങ്ങനെ കഴിച്ചാൽ മതി കേട്ടോ. ഞാൻ 5 വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് കഴിക്കണത്. പിന്നെ അടുത്തുള്ള ചോദ്യമാണ്, അതായത് ഓട്ടോ എന്ന് പറയുമ്പോൾ CNG ഉണ്ട്, അതുപോലെ തന്നെ ഡീസൽ, പെട്രോൾ, ഇലക്ട്രിക് ഉണ്ട്. ഇതിനെല്ലാത്തിനും ഒരേ വാടകയാണ്, സെയിം വാടകയാണ്. അതിലൊന്നും യാതൊരു മാറ്റമല്ല. പിന്നെ നമ്മളുടെ ജില്ലാപരമായിട്ടും അതുപോലെ തന്നെ വലിയ നഗരസഭ, വലിയ നഗരങ്ങളുമായിട്ടുള്ള മാറ്റം വാടകയിൽ ഇപ്പോൾ പൊതുവേ ഉണ്ടല്ലോ. ആ ഒരു മാറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാത്ത മാറ്റമൊന്നും ഇല്ല. അപ്പോൾ പമ്പ് നോസിലിൻ്റെ കേസ് അതാണ്. ചെങ്ങന്മാരെ 3/4 മണിക്കൂറായി. ഇപ്പോഴും നമ്മൾ ഫസ്റ്റ് ഗ്യാപ്പിലൊക്കെ ഇല്ല, സെക്കൻഡ് ഗ്യാപ്പിലാണ്. സെക്കൻഡ് ഗ്യാപ്പിൽ 10:30. ഒരു ലോക്കറി കിട്ടിയിട്ടില്ലടേ. അതെടാ, ഒരു ലോക്കറി കിട്ടിയിട്ടില്ല. ലോക്കല് വരുന്നുണ്ട്. ചിലപ്പോൾ ലോക്കലാവല്ലോ കേട്ടോ. ചിലപ്പോൾ കഴിഞ്ഞിട്ടും തന്നെ നമുക്ക് നല്ല ട്രിപ്പായിരിക്കാം. വെയിറ്റ് ആൻഡ് സീ. കഴിഞ്ഞിട്ട് തന്നെ പൊളിക്കാവും. കിട്ടി. കഴിഞ്ഞിട്ട് 30 രൂപ. ഏതാണ്ട് 1 മണിക്കൂറായിട്ടാ. 1 മണിക്കൂർ സ്റ്റാൻഡിലെത്തിയിട്ട് 1 മണിക്കൂർ 5 മിനിറ്റ്. 1 മണിക്കൂർ 5 മിനിറ്റിനുള്ളിൽ നമുക്ക് 30 രൂപ കിട്ടിയിരിക്കുന്നു. അതായത് നമുക്ക് 1 മണിക്കൂറിനുള്ളിൽ കിട്ടി എന്ന് തന്നെ ഇത് പറയാം. ഒരു 5 മിനിറ്റിൻ്റെ മാറ്റമേ ഉള്ളൂ. എന്നാലും കിടക്കട്ടെ. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് തന്നെ ഒരു 1/2 കിലോമീറ്റർ അല്ല, 200 മീറ്റർ ദൂരത്തേക്കുള്ള ട്രിപ്പായിരുന്നു.
ചെങ്ങന്മാരെ സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങാന്ന് പറഞ്ഞാല് ഒരു ഫോൺ ട്രിപ്പ് ലോക്കലാണ്. ഒരു 40 രൂപയുടെ ട്രിപ്പാണ്. അതായത് നാട്ടിൽ പോകുന്ന വഴിയിൽ നിന്നും കുറച്ച് പേരെടുക്കണം. നമ്മൾ പോകേണ്ട വഴിയാണ്. കുറച്ച് പാർട്ടി പ്രവർത്തകർ അവരെന്തോ പ്രകടനമായിട്ട് പോവാനുള്ള പരിപാടിയാണ്. കോൺഗ്രസിന്റെ പ്രകടനം ഇതുവഴി പാസ്സാവുന്നു. അപ്പോൾ ബ്ലോക്ക് വരും, ഒന്നുകൂടി ബ്ലോക്ക് ആവും. ഇനി ഇപ്പൊ ഓൾറെഡി ബ്ലോക്ക് ആണ്. അപ്പൊ നമുക്ക് ഇതിലൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ പോകും. ഇതിൽ നമുക്കൊരു വഴിയുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും അടുത്തൊരു ട്രിപ്പിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. 40 ഉറുപ്പിക കേട്ടോ, 40 ഉറുപ്പിക കിട്ടും നമുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്ഥിരം ട്രിപ്പാണിടെ. പോകുന്ന വഴിയിൽ ആരെയിലൊക്കെ കിട്ടും. പോകുന്ന വഴിയിൽ ഞങ്ങളെ ഈ ബസ്സുകാരോ അല്ലെങ്കിൽ മറ്റുള്ള ഡ്രൈവർമാരെ പോലെ അല്ല ഓട്ടോ ഡ്രൈവർമാരുടെ കണ്ണ് റോട്ടിലേക്കും കൃത്യമായ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ആളുകളെ ഞങ്ങൾ നോക്കും. അതായത് സെക്കൻഡിന്റെ പകുതി സമയം കൊണ്ട് ഞങ്ങൾ ആളുകൾ ഉണ്ടെങ്കിൽ അവരടുത്തേക്ക് ഞങ്ങളുടെ നോട്ടം എത്തിക്കാൻ ശ്രമിക്കും. ഞങ്ങൾ എത്തിക്കുന്ന നിർബന്ധമാണ്. എന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ തടയുള്ളൂ. ഇല്ല പറയേ കൊണ്ടോ കേട്ടോ. ഏതാ ഒരു നമ്മളെ വണ്ടിയിൽ നോക്കിയില്ല, ആ വണ്ടിയിൽ ആളുണ്ട്. അവിടെ ഒരു വണ്ടിക്കുള്ളേ, ആ വണ്ടിയിൽ കയറാൻ വേണ്ടിയാണ് ഏട്ടൻ ചേച്ചി നിൽക്കണം. കടിക്ക് വരാണ്ടാവാം. പക്ഷെ ആളില്ല വണ്ടിക്ക് തന്നെ കയറണം എന്നൊരു ഇതിൽ നിൽക്കണോ. നമ്മളിവിടെ ആളില്ലാതെ പോണ വണ്ടിയില് ഫ്രീ ആയിട്ട് ഐ തിങ്ക് അബൌട്ട് അവിടെ ഒന്നും ആളുകളില്ല കേട്ടോ. എന്റെ പൊന്നു ചെങ്ങൈമാരെ, നിങ്ങളോട് ഇനി ഞാൻ പറയാൻ പോകുന്ന കഥ പറയാം. ഒരു ഡിഫറൻറ്റ് തേന്റെ കൃഷി. റബ്ബർ തോട്ടത്തിൽ കൂടെ ഓരോ പെട്ടികളാണല്ലോ, ബോക്സ് തേൻ കൃഷിയാണ്. ഇത് ചെറിയൊരു ഓഫ്റോഡാണ്. ഞാൻ പറയാൻ പോകുന്ന കഥ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഞാൻ തന്നെ ഞെട്ടി. ഞാൻ നേരത്തെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇങ്ങനെ സ്റ്റാൻഡിലേക്ക് പോകണം ആളുകളൊക്കെ നോക്കിയിട്ട് ആരും ഇല്ല. നിരാശയിൽ ഇങ്ങനെ പോവാ. സ്റ്റാൻഡിലേക്ക് എത്തിയപ്പോ സ്റ്റാൻഡിൽ ഇന്നേക്കാൾ മുന്നേ ഒരു കാറ് വന്നു. ആ കാറിന്ന് ആളുകൾ ഇറങ്ങുവാണ്. അപ്പൊ അവരിറങ്ങട്ടെ എന്ന് കരുതി ഞാൻ തന്നെ ഹോർണൊന്നും അടിക്കാതെ ഇങ്ങനെ, നമുക്ക് സ്റ്റാൻഡിൽ ഇടണല്ലോ, അപ്പൊ സ്പേസ് ഇല്ല. അപ്പൊ അവര് മാറ്റാതെ എനിക്ക് വണ്ടി നിർത്താൻ വേണ്ടി കഴിച്ചു. ഇവിടെ അപ്പൊ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ, ആട് വളർത്തുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ആളുകളുണ്ട് ഇതിലെ. അപ്പൊ അവര് മാറ്റാതെ എനിക്ക് എന്താ പറയാ വണ്ടി ഇടാനുള്ള ഗ്യാപ്പില്ല. അപ്പൊ ഞാൻ തന്നെ അവിടെ വെയിറ്റ് ചെയ്തു. അപ്പൊ അതിൽ നിന്നും ഒരു താത്തയും 3 കുട്ടികളും വണ്ടിയിൽ നിന്ന് ഇറങ്ങി, കാറിൽ നിന്ന് ഇറങ്ങി. ഓല അവിടെ തന്നെ അരൂരിങ്ങനെ നിൽക്കുവാണ്. ഞാൻ പിന്നെ വണ്ടി സൈഡാക്കി ഇട്ടു, വണ്ടി ഓഫാക്കി. ഒന്ന് തിരിയട്ടെ. മെയിൻ റോഡാകുമ്പോ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അമ്പാനെ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ വരുന്നോട്ട് കറിയുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ അവിടെ നിൽക്കുക, വണ്ടിയൊക്കെ ഓഫാക്കി. അതിനാ താത്തയും വണ്ടി പോലും വെച്ചു പോവും. കൊടശ്ശേരിക്കാണ്. കൊടശ്ശേരിക്ക് ഞങ്ങൾ അവിടുന്ന് ഏതാണ്ട് 8 കിലോമീറ്ററാണ്. കൊടശ്ശേരിന് കാരായ എന്ന് പറയുന്ന സ്റ്റോപ്പും കൂടി ഉണ്ട് കൊടശ്ശേരി കഴിഞ്ഞിട്ട്. അപ്പൊ അവിടെ കയറും. 10 കിലോമീറ്ററോളം വരുന്ന ട്രിപ്പ്. 10 കിലോമീറ്ററിന് ഞങ്ങൾ വാങ്ങുന്നത് 220 രൂപ. കഥ പറയും മക്കളെ. നമ്മള് കഥ പറഞ്ഞപ്പേ ഒരു ഇമ്മ കൈകാട്ടി കയറിയിരുന്നു. അപ്പൊ ഞാൻ മടക്കം 10 കരുതിയത്. അപ്പൊ അവിടുന്ന് കൊടശ്ശേരിന്ന് കുറച്ച് ഉള്ളിലോട്ട് പോകുന്നുണ്ട്. 30 രൂപ പോയിന്റൊക്കെ ഉള്ളൂ. 50 ഉറുപ്പ്യ തന്നിട്ട് അത് മതി വെച്ച്. ഞാൻ പറഞ്ഞു അത്ര വേണ്ട, 30 ഉറുപ്പ്യന്റെ ഫോട്ടോ ഉണ്ട്. ഇവിടെ വേണ്ട, റബ്ബറാണ്. മെയിനായിട്ട് റബ്ബർ കൃഷി ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ്. അത് കുഴപ്പമില്ല കേട്ടോ, നല്ല ഏരിയയാണ്. അതായത് ഞാൻ 30 എടുത്തിട്ടുള്ളൂ കേട്ടോ, 20 ഉറുപ്പ്യ ബാക്കി കൊടുക്കും. എന്താ ഞാൻ അങ്ങനെ ലക്ക് ഫസ്റ്റത്തെ ലക്ക് 220 രൂപയുടെ അടിച്ചിരിക്കുകയാണ്. ആ ഒരു സന്തോഷ വിവരം നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ അറിയിക്കും. ഇനി അടുത്ത് നമ്മളിങ്ങനെ റിട്ടേൺ പോകുമ്പോ ഞങ്ങൾക്ക് ഇങ്ങനെ ട്രിപ്പ് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ അതിനെന്താ പറയാ അറിയാം, കൂട്ടിക്കുളത്ത് എന്ന് പറയും. കൂട്ടിക്കുളത്തി ഇവിടെ തന്നെ ഫുള്ള് റബ്ബറൊക്കെ നല്ല തണലേക്കരം. വേനലായാലും വലിയ പ്രശ്നം ഉണ്ടല്ലോ. മഴക്കാലായ പൊട്ടിച്ചാട് നോക്കിയാൽ മതി. സ്കൂളൊന്നും ഇല്ലാത്ത കുട്ടികളുണ്ടാവും. അങ്ങനെയെങ്കിൽ ഇനിയും നമ്മൾക്ക് കൂട്ടിക്കുളത്തിയ വല്ല ട്രിപ്പും കിട്ടുവാണെങ്കിൽ അത് അടിപൊളിയായി. എന്താ പറയാ, അവിടെ എത്തുമ്പത്തിന്
ഈ 220 എന്നുള്ളത് 300 എന്നുള്ള സംഖ്യയിലേക്ക് മാറ്റാം. ഇപ്പൊ നമുക്ക് 220 30 250 ആയില്ലേ, ഒരു 50 റുപ്യ കൂടി കിട്ടിയാൽ അത് ഒറ്റടിക്ക് ഈ പറഞ്ഞ പോലെ മാറില്ലേ 300ലേക്ക്. അപ്പൊ അതാ പറഞ്ഞു. അപ്പൊ ശ്രദ്ധിക്കണ്ട അമ്മനെ, റോഡൊക്കെ കുറച്ച് മോശം ചെയ്യാം. അതല്ലേ നമ്മുടെ നാട്ടില് ഉള്ളിക്കടി കയറി കഴിഞ്ഞാൽ പിന്നെ റോഡ് നോക്കണം. ലൈനിലെത്തിയിട്ട് കുറച്ച് നേരമായിട്ടോ, പക്ഷേങ്കില് പിന്നെ ഒന്നും കിട്ടിയിട്ടില്ല. സമയം 1:05. ഭയങ്കര ബ്ലോക്ക്, തിരക്ക്, കാര്യങ്ങൾ അങ്ങനെയൊക്കെ. ബാക്കിൽ ഒരുപാട് ബാക്കില്ല, വിശക്കണമുണ്ട്. ചിലപ്പോൾ 1:30 ആകുമ്പോൾ എടുത്ത് പോകട്ടോ. ഞാൻ ചങ്ങന്മാരെ വീട്ടിക്ക് പോവാണ്. വീട്ടിക്ക് പോവാന്ന് പറഞ്ഞാല് ഭക്ഷണം വെച്ചിട്ട് വരാം. വണ്ടി അനങ്ങണ തന്നെ അല്ല, ശോകമാണ് ശോകം. അപ്പോ ഏതായാലും നേരം വരെ ആയില്ലേ, 8 ആയില്ലേ, 8 കൂടി നിൽക്കണം. നേരത്തെ ഇറങ്ങാം, ഇവിടെ പ്രോഗ്രാം ഉണ്ട്. അപ്പോ നേരത്തെ ഇറങ്ങാം. നേരത്തെ ഇറങ്ങുന്ന പറഞ്ഞാല് കുട്ടികളൊന്ന് അവളുടെ വീട്ടിലേക്ക് പോവാണ്, ചിന്നുമാര്. അപ്പൊ അവരൊന്ന് കൊണ്ടുവിടണം. അത് കൊണ്ടുവിടണമെങ്കിലൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് അത് കൊണ്ടുവിടാനാണ് കരുതുന്നത്. അപ്പൊ ഞാൻ വീട്ടിൽ പോയിട്ടിപ്പോ ഒരു 2 മണിയാകുമ്പോഴേക്ക് ഇറങ്ങാൻ കണ്ടിട്ടുള്ള പരിപാടി സെറ്റ് ചെയ്യാം. അതാകുമ്പോ വലിയ സീനില്ലാതെ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം പൊളിക്കാം. ഉച്ച വരെ നമുക്ക് മോശമൊന്നും പറയാനൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ആ ഒരു 220 ട്രിപ്പ് കിട്ടിയതുകൊണ്ടാണ് മോശമില്ലാത്തത്. ഉച്ചയ്ക്ക് ശേഷം ഇന്നലെ നമ്മൾ ഉച്ച വരെ 220 രൂപയ്ക്കും ഉച്ചയ്ക്ക് ശേഷം നമ്മൾ 1020 രൂപയ്ക്ക് നമ്മൾ ഓടിക്കണമെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഏതാനും മണിക്കൂറല്ല ഉച്ചയ്ക്ക് ശേഷം നമുക്ക് എത്ര 5 മണിക്കൂർ എന്താണ് നമ്മൾ കണക്കൂട്ടി. 5 മണിക്കൂർ കൊണ്ട് നമ്മൾക്ക് 1020 രൂപ ഓടാൻ വേണ്ടി പറ്റിയ സമയം. നേരത്തെ ഇറങ്ങുക എന്നുള്ളതൊന്നും ഇതിൽ വലിയ സംഭവമല്ല, നമ്മളുടെ ലക്കാണ്, നമുക്ക് കിട്ടുന്നത് പോലെയാണ്. ഇത് എപ്പോഴെങ്കിലും ഇറങ്ങിയിട്ട് കാര്യമല്ല, വർക്ക് ചെയ്യാൻ ടൈം വേണം. ചോറുന്നോ? ഇന്ന് ചോറാട്ടെ, കെറ്റി വിശക്കുണ്ട്. ഞാൻ ചോറ് തിന്നട്ടെ. അയ്യോ, ഞാൻ ചോറ് തിന്നട്ടെ കേട്ടോ. ചോറുന്നോ? ഇന്ന് ചായ കുടിച്ചിട്ടില്ല. കണ്ണട കൊണ്ടുപോണ്ടോ? കണ്ണട കൊണ്ടുപോണ്ട കേട്ടോ. ഓക്കെ, കൊണ്ടുപോണ്ട. ചോറിന് ടോക്ക വെക്കാം. ഇന്നെന്താ കറി? അയക്കെന്താ? ചേനവിരി പപ്പടം അങ്ങനെയൊക്കെയാണ് പോലെ. എന്തായാലും നോക്കട്ടെ. അമ്മ വീട്ടിക്ക് പോവല്ലേ നിങ്ങളൊക്കെ? എന്നാ വരാ ഇവിടെ വന്ന നാളെ? ഓക്കെ, ബൈ. ഇവിടെ അങ്ങനെ പോവാം. ഞാനങ്ങോട്ട് പറഞ്ഞു. ഓക്കെ പോയിക്കോളെ. ആ ഒരു ഉടുവയിലൂടെ പോകണം. ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങുന്നില്ല, ഓട്ടം സ്വീപ്പാക്കണ്ടേ. ഇപ്പം സമയം 2:45 അല്ല, 2:45 നേരമായി. ഒരു 3 മണിക്കെങ്കിലും അങ്ങാടിക്ക് എത്തുന്ന കരുതിയാണ്. ഞാൻ ഇവിടെ തിരിച്ച് അങ്ങാടിക്ക് കൊടുത്തോട്ടെ. ഓര് പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ രസമൊന്നും വീട്ടിലുണ്ടാവില്ല. കാരണം വീട്ടില് ചെറുപ്പം തൊട്ടേ ഞാനും അമ്മയും മാത്രമുള്ള ആള്. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് ചിന്നു, പിന്നെ ആര്യ ഉണ്ടായപ്പോ അവള്. നല്ല രസം. ഇനിയിപ്പോ ഇന്നത്തെ ഒരു നൈറ്റ്, നാളെ അവര് വരും. ഇന്നത്തെ ഒരു നൈറ്റ് ഞാനും അമ്മയും ആദ്യം എങ്ങനെയായിരുന്നു, അതായത് ഞങ്ങളാ ഒറ്റക്കുള്ള അർത്ഥം. അങ്ങനെ തന്നെ. ഇതില് രസമുള്ള പരിപാടി എന്താ വെച്ചാൽ ആകെ 3 വണ്ടിയെ സ്റ്റാൻഡിലുള്ളൂ. ഞാൻ 4ാമത്തെ വണ്ടിയായിട്ട് നിർത്തിയത്. കളിയുള്ള ദിവസം എങ്ങനെയാണ്, വണ്ടികൾ ഉണ്ടാവില്ലേ. അപ്പൊ മുന്നത്തെ വണ്ടി പോയി നോക്കാം, നമുക്ക് അടുത്ത ട്രിപ്പ് കൊടുക്കാം. ഒരു ലക്കും കൂടി കിട്ടിയ ഇന്നത്തെ ദിവസം നമ്മൾ ഓക്കെ ആവുമോ എങ്ങനെയൊക്കെ. അപ്പൊ അവിടെ നിൽക്കുന്ന വണ്ടി സ്റ്റാൻഡിൽ നിന്ന് വിളിച്ച വണ്ടിയാണ്. പക്ഷെങ്കിൽ യാത്രക്കാരവിടെ എത്തിയിട്ട് വാടക ചോദിക്കുക എന്തോ ഉള്ള സംഭവമാണ്. ദയവേത് നിങ്ങൾ ആരും ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് വണ്ടി വിളിച്ചിട്ട് വാടക ചോദിക്കരുത്. അതിന് മുമ്പായിട്ട് ചോദിക്കുക. അതിന് മുമ്പായിട്ട് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ സ്റ്റാൻഡിൽ പോയിട്ട് ഡ്രൈവർമാരോട് നേരിട്ട് പോയി ചോദിക്കുക. ഇതിപ്പോൾ ഇനി ആ വണ്ടി അതിലാൾ കയറിയിട്ടുണ്ട് കേട്ടോ, അവർ കയറിയിട്ടുണ്ട്. അല്ല അപ്പം എന്ത് ചെയ്യുക, ബാക്കിൽ കൊണ്ടേ ഇടേണ്ടി വരും. ബാക്കിൽ കൊണ്ടേ ഇടുമ്പോൾ ഇപ്പോൾ പ്രശ്നമല്ല. ഇപ്പോൾ ഒരു 3-4 വണ്ടിയുള്ളൂ. പക്ഷേങ്കിൽ നല്ലോണം വണ്ടികളിലെ നേരത്തെ ഇങ്ങനെ സംഭവിക്കുകയും നമുക്കാണെങ്കിൽ ബാക്കിൽ കൊണ്ടുപോയിട്ടാന്ന് പറഞ്ഞാൽ മണിക്കൂറോളം തള്ളിയിട്ടാവും മുന്നിലേക്ക് എത്തണം. എന്നിട്ട് ബാക്കിൽ കൊണ്ടുപോയിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ അവിടെ എത്തിയിട്ട് ഒരു വണ്ടി വേണ്ടെന്ന് പറഞ്ഞാൽ പൈസ വാങ്ങാൻ അതിനേക്കാൾ
കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് യാത്രക്കാർ ശ്രദ്ധിക്കണം. ഓക്കെ, നിങ്ങൾക്ക് എന്ത് സംശയം ഓട്ടോക്കാരോട് ചോദിക്കുകയാണെങ്കിലും വണ്ടി അങ്ങോട്ടേക്ക് വിളിക്കാതെ സ്റ്റാൻഡിൽ വന്ന ഡ്രൈവർമാർ ചോദിക്കാവും ഏറ്റവും നല്ലത്. ചെങ്ങന്മാരെ, നമുക്കൊരു ലോക്കലും കൂടി കിട്ടിയേക്കുവാണ്. ലോക്കൽ എന്ന് പറഞ്ഞാല് ഒരു 40 രൂപന്റെ ട്രിപ്പ്. അപ്പൊ ഞാനിപ്പോ ആ ട്രിപ്പ് കഴിഞ്ഞ അങ്ങാടിയിലേക്കല്ല പോകുന്നത്. നമ്മളുടെ ധനേശേട്ടന്റെ വണ്ടി രാവിലെ സ്റ്റാർട്ടിങ്ങിന്റെ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോ ധനേശേട്ടന് എനിക്ക് ഉച്ചയ്ക്ക് തന്നെ വിളിച്ചായിരുന്നു കേട്ടോ. സ്റ്റാർട്ടിങ്ങിന്റെ പ്രശ്നം ഉണ്ടായിട്ട് വണ്ടി സ്റ്റാർട്ട് ആവണില്ല എന്നൊക്കെ പറഞ്ഞു എന്നോട്. പക്ഷേങ്കിൽ ആളൊരു വലിയൊരു എന്താ പറയാ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടിയിരുന്നു. ഞാൻ അവിടെ ചെന്നിട്ട് നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. കാരണം മൂപ്പരായതുകൊണ്ട് ആളൊരു സാധുവാണ്. ഏതായാലും ഞാൻ അദ്ദേഹത്തിന്റെ വീടിന്റെ അവിടേക്കാണ് പോകുന്നത്. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു വെള്ളം വീടാണ്. ഈ തോട് പോകണ്ടല്ലോ, ഈ തോടിന്റെ കരയ്ക്ക് ഈ റോഡ് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് പോകുന്നുണ്ട്. അവിടെ ഇങ്ങനെ ആയിട്ട് വണ്ടി ചെറുതായിട്ടൊന്ന് ആക്സിഡന്റ് ആയതാണ്. അപ്പൊ അവിടെ ഒന്ന് ചെന്നിട്ട് അതൊന്ന് നോക്കണം. അതുപോലെ തന്നെ ആ വണ്ടി സ്റ്റാർട്ട് ആവാത്തതിന്റെ കാരണം എന്താണ് അതൊന്ന് നോക്കണം. ബാറ്ററി കണക്ഷന്റെ അല്ലെങ്കിൽ ബാറ്ററിന്റെ പ്രോബ്ലം ആണെങ്കിൽ നമ്മുടെ ഈ വണ്ടിന്റെ ബാറ്ററി വെച്ച് സ്റ്റാർട്ടാക്കി നോക്കാം. മറ്റെന്തെങ്കിലും പ്രശ്നം സംഭവിച്ചിക്കണമെന്ന് അതും നോക്കണം. ഇതിലെങ്ങനെ തിരിയണം തന്നെ ചേർത്ത വീട്ടിക്ക് ചെറിയൊരു നോക്കി ഇതിലെ തിരിയാം. ഇവിടെ എവിടെയോ ആണെന്നാ പറഞ്ഞു. എവിടെ? ഇവിടുന്ന് സ്ലിപ്പായിട്ട് ഇവിടെ സ്ലിപ്പായിട്ട് കൊണ്ട് ചാടിയതാ. ഇതില് ചാടിയില്ലേ? വേറെ ധനാശാലിൻ്റെ എത്തിയിട്ടുണ്ടോ? വണ്ടി ഈ ഭാഗത്തേക്ക് ചെറുതായിട്ടൊന്ന് വീണതാണ്. എന്താ ഇവിടെ ഈ വുഡ് കാര്യങ്ങൾ പോയി, ഇവിടുത്തെ പലക പോയി. സ്റ്റാർട്ടാകണമെന്നില്ല എന്നുള്ളതല്ലേ പ്രശ്നമുള്ളൂ. സ്റ്റാർട്ടാകണില്ല. അപ്പോൾ തള്ളി സ്റ്റാർട്ടാക്കാൻ വേണ്ടി നോക്കി. നിങ്ങൾ സ്വയം തള്ളിയതല്ലോ, ഓട്ടോറിക്ഷ ആകുമ്പോൾ സ്വയം തള്ളാലോ. അത് ഇവിടെയൊക്കെ അതിന് നടന്നു പോരുമ്പോൾ തന്നെ പേടിക്കണം. കുറച്ചുകൂടി പോകണമെങ്കിൽ തോട്ടില്ലായിരുന്നു അല്ലേ? അതിനെ കുറച്ചുകൂടി പോകണേലേ. അതെ, നമ്മളെ അതിലേക്ക് വരുന്ന തോടാണ്. ഇവിടുന്ന് സ്ലിപ്പായതല്ലേ? ഒഴിഞ്ഞു. അതായത് ഇവിടെ ഫുള്ള് ഈ ഇതിനെന്താ പറയാ, പായല് കുടിച്ചിട്ട് അല്ലേ? വെയിലായപ്പോ ഒന്ന് വലിഞ്ഞപ്പോ ഇത് കുഴപ്പമില്ല, ഇത് സുഖമായിട്ട് പോകുന്നില്ലേ? അപ്പോൾ ഞാൻ പോകുന്നതാണ്. പക്ഷെ ഇന്ന് രാവിലെ അല്ലേ ഇപ്പോൾ സംഭവിച്ചത്. ഞാൻ എൻ്റെ വണ്ടീൻ്റെ ബാറ്ററി കയറിയിട്ട് 10 സ്പെൻഡർ ഉണ്ടോ? 10 ഉണ്ടോ? 10 ഉണ്ടെങ്കിൽ നമ്മളെ വണ്ടീൻ്റെ ബാറ്ററി എടുത്തിട്ട് ഇതിൻ്റെ ബാറ്ററി കയറിയിട്ട് അതിന് വെച്ച് നോക്കുക. സ്റ്റാർട്ടാകും നോക്കാനാണ്. ചേട്ടൻ്റെ വണ്ടി സ്റ്റാർട്ടാവണില്ല എന്നൊക്കെ കൊണ്ട് മോട്ടറിന്റെ പ്രശ്നമാണോ? അങ്ങനെയാണെങ്കിൽ വണ്ടി തള്ളിയാലും, കുട്ടി മോട്ടറാണെങ്കിൽ വണ്ടി തള്ളിയാലും കിട്ടൂല. ഞാൻ എൻ്റെ ബാറ്ററി വരികയാണ്ടാകുമ്പോൾ കുട്ടി നോക്കി, അപ്പോൾ സ്റ്റാർട്ട് ആവണില്ല. ഞാൻ അവിടെ കയറ്റി ഇട്ടിട്ട് മൂപ്പര വണ്ടി തള്ളി നോക്കട്ടെ. ധനേശേട്ടൻ്റെ വണ്ടി അവിടെ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിക്കണ്. എൻ്റെ വണ്ടി കൊണ്ട് ധനേശേട്ടൻ വരുന്നുണ്ട്. പോരട്ടെ എൻ്റെ വണ്ടി കൊണ്ട് ധനേശേട്ടൻ വരുന്നുണ്ട്. ഇത് സ്റ്റാർട്ടായപ്പോൾ വണ്ടിക്ക് ഈ പറഞ്ഞ മാതിരി സ്റ്റാർട്ടിങ്ങിന് പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇവിടെ എത്തിയിട്ടൊന്ന് ഓഫാക്കിയിട്ട് സ്റ്റാർട്ടാക്കിയതാണ് വണ്ടി. കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്, പെർഫെക്റ്റാ. എവിടെ നിർത്തി? കേട്ടോ, ഓക്കെ. ഇടങ്ങേറുണ്ട് അതെടുക്കാം ഇല്ലേ? അതുണ്ടാവും. ഇതിനത്ര സ്ലോ വർക്കിംഗ് കിട്ടാത്തതുകൊണ്ട് അതൊന്ന് ഓഫാക്കി അടിച്ചു നോക്കി. ഞാൻ ഇപ്പോൾ ഓഫാക്കി അടിച്ചാണ്, സ്റ്റാർട്ട് ആവുന്നുണ്ടല്ലോ. ഒന്ന് ഓഫാക്കി അടിച്ചു നോക്കി. ഓഫാക്കി അടിച്ചു നോക്കി. നല്ലോണം വലിച്ചിട്ട് കംപ്രസോ ഓക്കെ അല്ലേ? അത് ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു വയറിൻ്റെ എന്തോ ഒരു കണക്ഷൻ്റെ പ്രശ്നമാണ് ഇതിനുള്ളത്. എന്തായാലും ഇലക്ട്രീഷ്യനെ കാണിക്കണം. കുഴപ്പമില്ല. അത് സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ ചാർജ് കയറുന്നുണ്ട് ബാറ്ററിക്ക്. ഇതുകൊണ്ട് ചാർജ് കയറാത്ത വിഷയം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ബാറ്ററിയിൽ. ബാക്ക് വയർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അവിടെ വയർ ഏതെങ്കിലുമൊക്കെ ഒന്ന് വരുതിയാണ്ടൊക്കെ തേയ്മാനം സംഭവിച്ച് പൊട്ടി ഷോർട്ടായിട്ടുണ്ടാവും കേട്ടോ. ഞാൻ പോയാലോ? ആ വണ്ടി സ്റ്റാർട്ടായപ്പോഴേ ധനേശേട്ടന്റെ മുഖത്ത് ആ ഒരു സന്തോഷം, ആ ഒരു എങ്ങനെ റെഡിയായി എന്നുള്ളത്, അതുപോലെ തന്നെ ധനേശേട്ടന്റെ അമ്മേന്റെ മുഖത്തുള്ള സന്തോഷമൊക്കെ ഞാനെ കണ്ടു. എന്താ പറയാ, ഞാനൊന്നുമല്ല, നമ്മൾ ഓരോന്ന്
പഠിക്കുന്നത് നമ്മൾക്ക് ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. പിന്നെ നമ്മൾ മറക്കില്ല. ഇനിയിപ്പോ ധനേശേട്ടന് മറക്കില്ല സംഭവം. മറക്കില്ല എന്ന് പറഞ്ഞാല് ഈ വണ്ടി നല്ല ഇനി ഓട്ടോറിക്ഷ ആണെങ്കിൽ ഏത് ഓട്ടോറിക്ഷ ആയിക്കോട്ടെ, ഏത് ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞാൽ കംപ്രസർ ഉള്ളത്, അതായത് ഇതിന് സ്റ്റാർട്ടിങ് കംപ്രസർ ഉള്ള വണ്ടികളാണ് ഇതൊക്കെ. സ്റ്റാർട്ടിങ് കംപ്രസർ വലിച്ചിട്ട് നമ്മൾ സെൽഫ് അടിക്കുക ചെയ്യുക. അതായത് കംപ്രസർ വലിക്കുമ്പോൾ അപ്പോൾ ഡീസൽ അപ്ലൈ ആവും. അതിനുശേഷമാണ് നമ്മൾ മോട്ടർ അടിക്കുക. അപ്പോഴാണ് വണ്ടി സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയൊക്കെ തള്ളുമ്പോൾ, കംപ്രസറുള്ള ഓട്ടോറിക്ഷ തള്ളി സ്റ്റാർട്ട് ആക്കുമ്പോൾ ഒരു ഗിയറിൽ ഇട്ടുകൊണ്ട് മാത്രം വണ്ടി തള്ളിയാലൊന്നും സ്റ്റാർട്ടായി കിട്ടൂല. അങ്ങനെ ഒറ്റയടിക്ക് സ്റ്റാർട്ടാവും. സ്റ്റാർട്ട് ആവില്ല എന്നല്ല, അത് ഒറ്റയടിക്ക് പെട്ടെന്ന് നടക്കുന്ന പരിപാടിയല്ല. പിന്നെ ഈ വണ്ടി തള്ളി സ്റ്റാർട്ടാക്കുക അടുത്തൊരു മെത്തേഡ് ചെയ്യുന്നത് ആളുകൾ ഒരു സെക്കൻഡ് ഗിയറിലൊക്കെ ഇട്ടിട്ട് ക്ലച്ച് പിടിച്ചിട്ട് വിടുക എന്നുള്ളതാണ്. അതിനും തന്നെ സ്റ്റാർട്ടാവും. പക്ഷെങ്കിൽ അതും തന്നെ നല്ല സ്പീഡിൽ വണ്ടി ഇറങ്ങി പോകണം. അപ്പോൾ ഇതൊക്കെ നടക്കുള്ളൂ. അപ്പൊ അതൊന്നും നമ്മളെ കൊണ്ട് അത്ര ഒന്നും റിസ്ക് നമ്മൾ ഇതിൽ എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഡീസൽ വണ്ടി ഓട്ടോറിക്ഷ സ്റ്റാർട്ടാക്കാൻ അത്ര വലിയ റിസ്ക് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അതിന് കംപ്രസർ കേബിൾ പിടിക്കുക, കംപ്രഷൻ കേബിൾ വലിച്ചു പിടിക്കുക. അതായത് സെക്കൻഡ് ഗിയറിൽ ഇട്ടിട്ട്, സെക്കൻഡ് ഗിയറിലോ അല്ലെങ്കിൽ തേർഡ് ഗിയറിലോ, സെക്കൻഡ് ഗിയറിൽ ഇട്ടാൽ മതി. സെക്കൻഡ് ഗിയറിൽ ഇട്ടിട്ട് ഡീകംപ്രഷൻ കേബിൾ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ വണ്ടി ഇറക്കത്തിനാണെങ്കിൽ അങ്ങനെ ഇറങ്ങിപ്പോവും. ഇനി തള്ളുവാണെങ്കിൽ നമുക്ക് തള്ളുമ്പോൾ ആ ഒരു മോട്ടർ പിസ്റ്റൺ കറങ്ങുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം. പിസ്റ്റൺ കറങ്ങുകയാണ് വേണ്ടത്. അപ്പൊ പിസ്റ്റൺ കറക്കുകയാണല്ലോ മോട്ടറിന്റെയും പണി. നമ്മൾ തള്ളി ചെയ്യുന്നത് പിസ്റ്റൺ കറക്കണ തന്നെയാണ്. അങ്ങനെ പിസ്റ്റനെ നമ്മൾ കറക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കംപ്രസർ പിടിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ടാക്കാൻ വേണ്ടി പറ്റും. ഇനി അങ്ങനത്തെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധനേശേട്ടനെ തീർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ കാര്യത്തിലുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും. ഞാൻ ഒന്നും കൂടി വീഡിയോ വിശദമായിട്ട് പറയാം. സമയം ഇപ്പൊ ഇവിടെ 4:10 ആവാനായിട്ടോ. ഇതിപ്പോ ധനേശേട്ടന്റെ ഈ ഒരു സ്റ്റാർട്ടിങ് പ്രശ്നവും അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ടുവിടലും ഒക്കെ ആയിട്ട് കാര്യമായ രീതിയിൽ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് കളിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇനിയിപ്പോ വലിയ ടൈമൊന്നുമില്ല. പക്ഷേ എങ്കിലിപ്പോ 4:10, 5:10, 6:10, 7:10, 8:10 4 മണിക്കൂർ നമ്മുടെ മുന്നിലുണ്ട്. ഈ 4 മണിക്കൂറിൽ നമുക്ക് 2 കാര്യപ്പെട്ട ട്രിപ്പ് കിട്ടിയ തീരാവുന്ന പ്രശ്നം നമുക്കിപ്പോ ഇന്നത്തെ ഉള്ളൂ. അത് കിട്ടുമായിരിക്കും. കിട്ടുന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്നലത്തെ അതേപോലെ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തള്ളി നാലാമത്തെ ഗ്യാപ്പ് ഞാൻ എത്തിയത് 4:20 എത്തിയാണ്. 5, 4:10 ആകുമ്പോഴേക്ക് സ്റ്റാൻഡിൽ കയറിയിട്ടുണ്ട്. നാട്ടിലേക്കൊന്ന് വരുമോ? അവർക്ക് ഇപ്പൊ അങ്ങാടിയിലേക്ക് പോരാ, ചിലപ്പോഴല്ല അങ്ങാടിയിലേക്ക് പോരാനായിരിക്കാം. അതൊക്കെ പോയെടുക്കട്ടെ കേട്ടോ. മുന്നിക്ക് എത്തിയാലും ലോക്കൽ തന്നെ കിട്ടുണ്ടാവുള്ളൂ. നമ്മളത് മുന്നിക്കെത്തിയ പ്രതീക്ഷ നമുക്കുണ്ടെങ്കിലും ലോക്കൽ തന്നെ കിട്ടുള്ളൂ. അത് നമുക്ക് മറന്നു കളിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അടുത്തത് ആരോ വിളിക്കുന്നു. വേറൊരു കോളും ഇതേ ടൈമിൽ വരുത്തും. ഞാൻ ഓരോടെ അവിടുത്തെ ചോദിച്ചിട്ടു ചേട്ടനാണല്ലോ. ചേട്ടാ വണ്ടി കംപ്രസം വലിച്ചാണ്ട് സ്റ്റാർട്ടാക്കി സാധനം സ്റ്റാർട്ടാക്കണ പോലെ എന്തേ ഞാൻ എന്നാ കയറ്റിയത് അളിയാ മനസ്സിലായിട്ടില്ല. എന്നിട്ടുണ്ട് വീണ്ടും വിളിച്ചത്. ഞാൻ പറഞ്ഞു കൊടുത്തിക്കണ്. അത് എന്താക്കുന്നുള്ളത് കണ്ടറിയാം. സ്റ്റാർട്ട് ആകുമോ ഇല്ലെങ്കിൽ പോയി നോക്കേണ്ടി വരും. വീണ്ടും ഒന്നുകൂടി ഒന്ന് പോയി സ്റ്റാർട്ടാക്കി കൊടുക്കേണ്ടി വരും. അല്ലാത്ത ചെങ്ങൈമാരെ നമ്മൾക്കൊരു 140 രൂപയുടെ ട്രിപ്പും കൂടി അടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സമയം 5:05. 140 രൂപയുടെ ട്രിപ്പ് ഇറക്കി വിജയാഹ്ലാദത്തോടെ മടങ്ങി പോകുന്ന ഒരു കാഴ്ചയാണ് ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് ലൈനിൽ നിന്നാണ് 2 നല്ല ട്രിപ്പ് കിട്ടിയത്. ഒരു 220 140 ഇത് 2 ലൈനിൽ നിന്നാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരൊറ്റ എന്ന് പറഞ്ഞാൽ ഒരു 100-ന്റെ അല്ലെങ്കിൽ 280-ന്റെയോ അങ്ങനെയൊക്കെയുള്ള ട്രിപ്പുകൾ കിട്ടിയാലും മതി. അതാണെങ്കിൽ 200-ന്റെ പോന്നോട്ടെ. അത്യാഗ്രഹം എന്താ ഇതൊന്നുമില്ലേ. നമ്മളിങ്ങനെ കുന്നോളം ആഗ്രഹിക്കുന്നതാണല്ലോ. കുന്നിക്കുരുവെങ്കിലും കിട്ടണ്ടേ. ഞാൻ അങ്ങാടിയിലേക്ക് തന്നെയാണ്. 5:15 എത്തണം. ഗേറ്റ് അടവുണ്ട്. ഗേറ്റ് അടവിന്റെ മുന്നേ അങ്ങോട്ടേക്ക് ചാടാൻ വേണ്ടി പറ്റണം എന്നാണ് എനിക്ക് കരുതുന്നത്. ഇവിടുന്ന് ഏതാണ്ട് 6.5 കിലോമീറ്റർ ആട്ടോ നമ്മൾ പോകുന്നത്.
6.5 കിലോമീറ്റർ ദൂരത്തേക്കായിരുന്നു പോകേണ്ടത്. അത്താണി എന്ന് പറയുന്ന സ്ഥലമാണ് അത്താണിക്കൽ. 6 കിലോമീറ്റർ റിട്ടേൺ പോന്നിട്ട് ഒരാ കുട്ടിയെ നമുക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. മനുഷ്യനെ നമുക്ക് കിട്ടിയില്ല. സമയം 6:35. 6:35 നാട്ടിലാണ്. നമ്മുടെ പിള്ളേർ ചൂണ്ടലിട്ട് നടക്കണം. ഹായ് 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 ഹായ്. അപ്പൊ അതായത് ഞാന് 1-2 ലോക്കലുകളൊക്കെ പോയി. ഒക്കെ ഈ കോട്ടിയും പെരലും ആയതുകൊണ്ടേ ഞങ്ങളെ കാണിച്ചില്ല. 2 ലോക്കലുകളൊക്കെ പോയി. 30 മതി, കുഴപ്പമില്ല. നമുക്കൊരു 6 8:30 2 മണിക്കൂർ കൂടി ഉള്ളൂ. 2 മണിക്കൂർ കൊണ്ട് നമ്മൾക്ക് ഒരു ലക്ക് കൂടി അടിക്കൂലേ? ലക്ക് കൂടി അടിച്ചാലേ ഇപ്പൊ കാര്യമുള്ളൂ. നോക്കാം, കിട്ടും. സമയം 7:20 നമ്മൾ ഫസ്റ്റ് ഗ്യാപ്പിൽ ഇരിക്കുവാണ്. ഇവിടെയൊക്കെ ആളുകളുണ്ട്, ബസ് കാത്തിക്കാണ്. വല്ലതും നടക്കുമോ നോക്കാം. 7:20 സ്ഥിതിക്ക് ഒരു ലോങ് ആണ് നമുക്ക് ഈ നേരത്തെ കിട്ടേണ്ടത്. ഇതുമില്ലെന്നാ സമയം 7:45 7:45 നേരമായി. ഞാന് മിക്കവാറും ഇനി ചിലപ്പോ സ്റ്റാൻഡിൽ നിൽക്കൂല കേട്ടോ. ഞാനൊരു മലപ്പുറത്തേക്ക് നിൽക്കണില്ല. നമുക്കിപ്പൊ കിട്ടിയതൊരു ലോക്കല് 30 രൂപയാണ്. മലപ്പുറത്തേക്ക് നിൽക്കാത്തതിന് കാരണം എനിക്ക് മുടിയൊക്കെ ഒന്ന് വെട്ടണം, ഒന്ന് ചൊറുക്കൂട്ടാണ്ട്. നമ്മളുടെ ഹെയർ സ്റ്റൈലിന്റെ രീതി മാറിയിട്ടുണ്ട്, മുടി വളർന്നു. അപ്പൊ മുടി വെട്ടണം. നിങ്ങൾക്ക് നേരത്തെ പോയാലേ നടക്കുള്ളൂ. മുടി വെട്ടി മുടി വെട്ടിന് കഴിഞ്ഞ് വീഡിയോ എഡിറ്റിങ് കഴിയണം, എന്നിട്ടേക്ക് ഉറങ്ങാൻ നടക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ മിക്കവാറും ഇനി സ്റ്റാൻഡിൽ വണ്ടി കുറവാണെങ്കിലേ കയറ്റിയിട്ടുള്ളൂ, ഇല്ലാതാണ് ഞാൻ അങ്ങനെ പോകും കേട്ടോ. ചെങ്ങൈമാരിന്റെ മുടി വെട്ടലൊക്കെ സ്വിപ്പായി. സ്വിപ്പാകാന്ന് പറഞ്ഞാല് നാട്ടിൽ നിന്റെ ഫോൺ ട്രിപ്പാര് വിളിച്ചിട്ട് പറഞ്ഞു അവരേതോ ഒരു അലമാരക്ക് ലോക്ക് വാങ്ങി. ആ ലോക്ക് വാങ്ങിയത് കംപ്ലൈന്റ് ആയി. അതായത് അളവ് പാകമായില്ല. അലമാരിന്റെ ലോക്ക് കംപ്ലൈന്റ് ആയി. അത് പുറത്ത് സെപ്പറേറ്റ് വേറെ ഒന്ന് വാങ്ങി. അത് കംപ്ലൈന്റ് അല്ല, അത് അളവ് പാകാവണില്ല. അപ്പൊ അത് മാറ്റാൻ വേണ്ടിയിട്ട് വന്നതാണ്. നാട്ടിൽ പോയിട്ട് ബാർബർ ഷോപ്പിൽ ഇരിക്കണ ഞാൻ അതിന് വേണ്ടി പോന്നു. മുട്ടി നാളെയും പെട്ട ഒരിക്കൽ പോയി ഇന്നെ തന്നെ വിളിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്തു. പിന്നെ അത് മാത്രല്ല, ഇപ്പൊ എന്ന് പറയാൻ കാര്യം ഇനി പോയിട്ടും വെട്ടാം. 8 മണിക്ക് 9 മണിക്ക് ഇപ്പൊ അതിന്റെ ടൈം ഒന്നുമില്ല. 8:20 9 മണിക്ക് നമ്മളുടെ സ്ഥിരം ട്രിപ്പ് കൂരാട് അതുകൊണ്ട്. അപ്പോ അവരും വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ 9 മണിയാകുമ്പോ സ്റ്റാൻഡിക്ക് വരും, എന്നൊന്ന് കൊണ്ടുപോകണട്ടോ. അപ്പൊ അതുകൊണ്ട് നേരം വേഗം വേണ്ടി പാടില്ല. ചെങ്ങന്മാരെ സമയം 10:15 ഞാൻ വാണിമ്പലത്താണ്, വീട്ടിക്ക് പോയോണ്ടിരിക്കുകയാണ്. ആ ഒരു കൂരാട് ട്രിപ്പ് അതിപ്പോഴും അവസാനിച്ച കേട്ടോ. ഏതായാലും ഇനി വീട്ടിൽ എത്തട്ടെ. അപ്പോൾ വീട്ടിലേക്ക് എത്തിയത് 10:25. എന്താ 10:25 ഇന്നത്തെ കളക്ഷൻ. ഇന്ന് ഉച്ചവരെ നമ്മൾ 350 റുപ്യക്ക് ഓടിയിരിക്കണം. അതിലൊരു 50 റുപ്യ ഇതൊക്കെ തന്നെ വെച്ചിരിക്കണ ഞാൻ. 300 റുപ്യ പേഴ്സിലിട്ടായിരുന്നു. അപ്പോൾ അത് 300. 3 2 5 5 2 7 7 8 9 90 92 93 96 98 100 1020 രൂപയ്ക്ക് നമ്മൾ ഓടിയത് കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ അപ്പം ഇന്ന് 1020 റുപ്യ. അപ്പം ഇന്ന് വലിയ മാസം എന്ന് പറയാനില്ല കേട്ടോ. വലിയ മാസം എന്ന് പറഞ്ഞാൽ 1000 റുപ്യ കൂടുക എന്നുള്ളതാണ്. പക്ഷേ അതുപോലെ തന്നെ 10:30. ഇനിയിപ്പോൾ അതിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കിടക്കുമ്പോഴേക്ക് ഒരുപാട് നേരമാവും. ഞാൻ എന്തായാലും ആ ഒരു ഷോട്ടും കൂടി കാണിച്ചു തരാം. ഞാൻ എന്നും പറയും ഇങ്ങനെ എന്നും നേരം വൈകിയാണ് കിടക്കുന്നത്, അതുകൊണ്ടാണ് നേരം വൈകി എണീക്കണമെന്ന്. ചിലപ്പോൾ നിങ്ങൾക്ക് വലിയൊരു വിശ്വാസം അതിലുണ്ടാവില്ല. ഇന്ന് ഒരുപാട് നേരം വൈകി. ഇന്ന് ചിലപ്പോൾ ഒരുപാട് നേരം വൈകിട്ടാവും കിടക്കാൻ വേണ്ടി പറ്റുക. എന്തായാലും ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരാം, എന്നിട്ട് ഭക്ഷണം കഴിക്കണം, എന്നിട്ട് വേണം എഡിറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അത് വന്നിട്ട് കാണാം. ചെങ്ങന്മാരെ സമയം 12:05 വീഡിയോ ഒരു എഡിറ്റിങ്. ഇതുവരെയുള്ള എല്ലാ ഷോട്ടും ഞാൻ എഡിറ്റ് ചെയ്തു. ഇതുവരെയുള്ള എല്ലാ ഷോട്ടും പറഞ്ഞാൽ ഇനിയിപ്പോൾ ഈ ഒരു ഷോട്ട് ഇത് ക്യാമറയിൽ നിന്ന് കോപ്പി ചെയ്തെടുത്ത് ഇതിലേക്ക് കോപ്പി ചെയ്ത് ഈ ഒരു ഷോട്ട് കൂടി എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്ത് അതിൽ ആഡ് ചെയ്യണം. എന്നാൽ മാത്രം നമുക്കത് റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. മനസ്സിലാക്കാം. നിങ്ങൾ പലരും ചോദിക്കുന്നുണ്ട് എന്നെ നേരിൽ കാണുമ്പോൾ ഇതെന്നത്തെ വീഡിയോ ആണ്.
ഇത് ഇപ്പോൾ സമയം 12 മണി. ഇന്ന് അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടല്ലോ, ആ ദിവസത്തിൻ്റെ തലേ ദിവസം ഷൂട്ട് ചെയ്ത വീഡിയോ ആണത്. കാരണം ഞാൻ 12 മണിക്കാണ് എൻ്റെ എഡിറ്റിങ് തന്നെ കഴിയുന്നത്. അങ്ങനത്തെ ഒരു വീഡിയോ എങ്ങനെ പോയാലും നിങ്ങൾക്ക് 8:30 കാണാൻ വേണ്ടി കഴിയില്ല. 8:30 ഞാൻ വീഡിയോ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയില്ല. അതായത് ഞാൻ നാളെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ രാത്രി 12 മണി 1 മണിയൊക്കെ ആവും അത് എഡിറ്റ് ചെയ്ത് കഴിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ ആ ഒരു വീഡിയോ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് നാളെ 8:30 ഞാൻ പബ്ലിഷ് ചെയ്യും? 12 മണിക്ക് എൻ്റെ എഡിറ്റിങ്ങിന് കഴിയുള്ളൂ രാത്രി. അപ്പോൾ രാത്രി 8:30 കൊണ്ട് എന്തായാലും പബ്ലിഷ് ചെയ്യാൻ വേണ്ടി കഴിയില്ലല്ലോ. ഇത് എഡിറ്റിങ് കഴിഞ്ഞാൽ മതിയോ? പോരാ, അത് അപ്ലോഡ് ചെയ്യണം, അതിന് തംബ്നെയിൽസ് ഉണ്ടാക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞത്. പിന്നെ ഇതൊക്കെ എന്താ പറയുക, ഇപ്പോൾ സമയം ഞാൻ പറഞ്ഞ പോലെ 12 മണിക്ക് 5 മിനിറ്റ്. ഇനി ഇതും കൂടി വരുന്ന ഇതിന് റെൻഡറായി കഴിയുമ്പോഴേക്ക് എന്തായാലും ഒരു 1 മണി 1:30 ആ റേഞ്ച്. ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് ഉറങ്ങിപ്പോവും. ഞാനത് ലാപ്ടോപ്പൊക്കെ ഓഫാക്കാൻ വരെ മറക്കലുണ്ട്. ഉറങ്ങിപ്പോവും. ലാപ്ടോപ്പ് ചാർജർ സ്വിച്ച് ഓഫ് ആയി പോകുന്ന സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇല്ലാന്നാണെങ്കിൽ ചാർജറിട്ടൊക്കെ ആണെങ്കിൽ അങ്ങനെ ഓണായി കിടക്കും. സ്ക്രീന് ഇതിങ്ങനെ കിടക്കുന്നതുകൊണ്ട് സ്ക്രീൻ ഓഫ് ആകില്ല. പിന്നെ ഞാൻ ചില ദിവസം ഞാൻ അലാറം വെക്കില്ല 1 മണിക്കൂറൊക്കെ ആയിട്ട്. ഞാനല്ലെങ്കിൽ അവളോ ചിന്നു നീക്കുമല്ലോ. അപ്പം അങ്ങനെ. പിന്നെ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് തന്നെ ബുദ്ധിമുട്ടിലാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ ബാക്കി എഡിറ്റിങ് കാര്യങ്ങൾ അതിലേറെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഉറക്കമൊക്കെ ഒഴിവാക്കി ബുദ്ധിമുട്ടിയാണ് അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിന്ന് ശരിയാണ്, യൂട്യൂബിൽ നിന്ന് നമുക്ക് ചെറിയൊരു ഏണിങ്സ് ഉണ്ട്, ഒരു വരുമാനമുണ്ട്. എന്നാൽ പോലും ആ ഒരു തുച്ഛമായ വരുമാനം എന്നെ കണ്ടിടത്തോളം എനിക്ക് യൂട്യൂബിൽ നിന്ന് തുച്ഛമായ വരുമാനമേ ഉള്ളൂ. ആ ഒരു തുച്ഛമായ വരുമാനം ഉള്ളത് കൊണ്ട് മാത്രമല്ല എന്ത് ഞാൻ ചെയ്യുന്നത്, എൻ്റെ പാഷനായതുകൊണ്ട് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത്ര കണ്ട് കഷ്ടപ്പെട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു വീഡിയോ എത്തിക്കുമ്പോൾ നിങ്ങളൊരു 10,000-3000 ആൾക്കാർ കാണുമ്പോൾ അതിലേറിപ്പോയ 300-400 പേരെ ലൈക്ക് അടിക്കണം. നിങ്ങളെ വിരൽത്തുമ്പ് ഉപയോഗിച്ച് തൊട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് പോകും. അത് നിങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റുന്നതാണെങ്കിൽ തരാം. അത് ഇതൊരു എന്താ പറയുക, ലൈക്കിന് വേണ്ടിയുള്ള യാചനയല്ല, അത് ഞങ്ങളുടെ ക്രിയേറ്റേഴ്സിൻ്റെ അവകാശമാണ്. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബേഴ്സും ഒക്കെ. അപ്പോൾ അതൊക്കെ തരാം എല്ലാവരും. പിന്നെ ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു നാളെ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.